പൊന്നു ഓടല്ലേ ഓടല്ലേ ഓടല്ലേ, ഓടരുത് ഓടരുത്. യോ ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ഇവിടെ സ്വീഡനിൽ വന്നിട്ട് ആദ്യമായിട്ട് സ്നോ വീണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ആക്ച്വലി സ്നോ കാണാൻ വേണ്ടി പോവാണ്. പൊന്നുകുട്ടൻ്റെ ഫസ്റ്റ് സ്നോ ആണ്. അപ്പം നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, പൊന്നുകുട്ടൻ്റെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ നമ്മൾ ക്യാപ്ചർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ 2011 ഈ സെയിം ഡേ UK വെച്ചിട്ടാണ്, 2011 2010 UK വെച്ചിട്ടാണ് ഫസ്റ്റ് സ്നോ എക്സ്പീരിയൻസ് ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ അടിപൊളി ഹെവി സ്നോഫോൾ ആയിരുന്നു കേട്ടോ, നല്ല രാത്രി. നോ, ഇനി ഇങ്ങോട്ട് പോകാം, നമുക്ക് ഇവിടെ പോകാം. നമ്മുടെ ഇപ്പുറത്തെ പുറയിലത്തെ പാർക്കിൽ പോകാം. കമോൺ, പുറയിൽ പാർക്കിൽ പോകാം. ഇങ്ങോട്ട് പോകാം കുഞ്ഞേ. നല്ല വിശാലമായിട്ട് പ്ലെയിനായിട്ട് കടന്നതാണ്. നമ്മളിവിടെ കയറി നശിപ്പിക്കും സ്നോ മൊത്തം. അവർക്കൊന്നും ഇതൊന്നും കാണാൻ പൊന്നു ഓടല്ലേ ഓടല്ലേ ഓടല്ലേ, ഓടരുത് ഓടരുത്. യോ ഇവിടെ ഭയങ്കര സ്നോയാ, പൊന്നുകുട്ടൻ താന്നു പോവും. ദേ ഉപ്പാപ്പി വിളിക്കുന്നു. ഉപ്പാപ്പി, ഈ പൊന്നുകുട്ടൻ ഓടുവാ, പൊന്നുകുട്ടൻ നിൽക്കുന്നില്ല. കണ്ടോ? അയ്യോ റെഡിയല്ലേ, കാറ്റടിക്കുന്നു. അപ്പം നമുക്ക് പോവാം. നമുക്ക് സെൻട്രത്തിൽ പോയിട്ട് അവിടുത്തെ സ്നോ എന്താന്ന് നോക്കാം. പിന്നെ അടുത്തതായി നമ്മൾ ഇവിടുത്തെ സെൻട്രം സ്ക്വയറിലേക്ക് പോവാണ്.
അവിടെ കുറേ ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് ലൈറ്റ്സും കാണാൻ. അപ്പം നമുക്ക് പൊന്നുവിനെ കൊണ്ട് നമുക്ക് സെൻട്രൽ സ്ക്വയറിൽ പോവാം. പൊന്നു നിന്ന് ലൈറ്റും പിന്നെ കറങ്ങുന്ന സാധനമൊക്കെ കാണാൻ പോകും. അല്ലേ പൊന്നു? റോട്ടിൽ കൂടെ ഇറക്കാൻ പറ്റുക വണ്ടിയില്ലേ? ഷൂ അതാണ് അത് നോക്കണം. തെന്നി കഴിഞ്ഞാൽ വേദന, ഭയങ്കര വേദന. സ്നോയിൽ വീണാല് നമ്മളിവിടെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ബസ് ഇപ്പോൾ വരും. ബസ്സിൽ ഒന്നിന് പകരം 2 ബസ് വന്നിട്ടുണ്ട്. ലേസർ റോഡിൽ ക്രിസ്മസ് ആയപ്പോഴത്തേന് എല്ലാം ലൈറ്റുകൾ വെച്ച് ഫുള്ള് ലൈറ്റാണ്. പക്ഷേ മറ്റേ സംഭവം 3 എണ്ണം, അതും വലിയ മറ്റേ സംഭവം ഉണ്ടാകും. അടിപൊളിയായിരുന്നു. പിള്ളേരുടെ കളിക്കുന്ന നല്ല ലൈറ്റും ഒക്കെ ആയിട്ട് ആൾ കയറി ആയിരിക്കും. ഇവിടെ സൂക്ഷിക്കണ തെന്നി കിടക്കും. അതാ ഞാൻ പറഞ്ഞല്ലോ. തെന്നി കിടക്കോട്ടോ. ഒരാരും വീഴത്തില്ലേ? അത് സാധാ ഷൂ. ഇതാണ് ഇവിടുത്തെ സെൻട്രൽ സ്ക്വയർ. ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഫുൾ ലൈറ്റ്സൊക്കെയാണ്. കുറച്ച് ദിവസം മുന്നേ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പർപ്പിൾ ലൈറ്റായിരുന്നു. ഇപ്പോൾ എല്ലാം യെല്ലോ കളറാക്കി. ക്രിസ്മസ് ആയിക്കഴിഞ്ഞാൽ യൂറോപ്പും UK ഒക്കെ ഇങ്ങനെയാണ്. പിന്നെ അമേരിക്കയുടെയും കാനഡയുടെയും കാര്യമൊന്നും നമുക്കറിയത്തില്ല, കാരണം അങ്ങോട്ട് നമ്മൾ പോയിട്ടില്ലല്ലോ. ഇവിടെ പിന്നെ എല്ലാ UK പോലും എല്ലാ കൗൺസിലുകൾ തമ്മിലൊരു കോമ്പറ്റീഷൻ പോലെയാണ്. ഏറ്റവും നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്ന കൗൺസിൽ, അങ്ങനൊരു കോമ്പറ്റീഷനാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ളൊരു തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും മിക്കവാറും ഉള്ള കൗൺസിലുകൾ തമ്മിൽ. അപ്പോൾ അവരവരുടെ സെൻട്രൽ സ്ക്വയർ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യും. അങ്ങനെയാണിത്. ട്രീ ഉണ്ട്, എന്ത് വലിയ ട്രീ ആണ്. കുറച്ചുകൂടെ അടുത്തോട്ട് പോവുകയാണ്. ട്രീയുടെ ക്യാമറ കൂടെ കാണാൻ ഒറ്റ ഫ്രെയിമിൽ കിട്ടും. നല്ല മഞ്ഞൊക്കെ മൂടി കിടക്കുന്ന ഒരു വൈറ്റ് ക്രിസ്മസ് ആണ് ഈ വർഷം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇവിടെ സാധാരണ വൈറ്റ് ക്രിസ്മസ് ആയിരിക്കും എന്നാണ് പറഞ്ഞത് എല്ലാവരും. പക്ഷേ കഴിഞ്ഞ വർഷം അത്രയും മഞ്ഞുണ്ടായിരുന്നില്ല, അപ്പോൾ വൈറ്റ് ക്രിസ്മസ് അല്ലായിരുന്നു. ഈ വർഷം അവർ എക്സ്പെക്ട് ചെയ്യുന്നത് വൈറ്റ് ക്രിസ്മസ് ആണ്. അപ്പം നമുക്ക് ഡിസംബർ 1-ാം തീയതി ആവുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് മിക്കവാറും വൈറ്റ് ക്രിസ്മസ് തന്നെ ആയിരിക്കും എന്നാണ് ഈ വർഷത്തെ വെതർ ഫോർകാസ്റ്റിൽ അവർ പറയുന്നത്. ഇതാണ് ഇവിടുത്തെ കോമൺ ബിൽഡിംഗ്, അതായത് ഇവിടുത്തെ കൗൺസിലാണിത്. നമുക്കിപ്പോൾ കുട്ടികൾക്ക് സ്കൂൾ രജിസ്റ്റർ ചെയ്യാനും പിന്നെ എന്താവശ്യമുണ്ടല്ലോ നമ്മൾ ഇവിടെ വന്നാണ് രജിസ്റ്റർ ചെയ്യുന്നത്. നമ്മളിപ്പോൾ അവിടെ പഞ്ചായത്തിൽ പോയി രജിസ്റ്റർ ചെയ്യുന്ന പോലെ ഇവിടെ. പിന്നെ ഇത് ഒരു ഇന്നാണ്, ഒരു റെസ്റ്റോറൻറ്റ് ഇന്ന്. ഇതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ചർച്ചാണ്, കാത്തലിക് ചർച്ചാണ്. വളരെ പഴയ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ചർച്ചാണ്. ഇതാണ് ഹാംസ്റ്റഡ് കൗണ്ടി അല്ല, സോറി, ഹാംസ്റ്റഡിലെ സെൻട്രൽ സ്ക്വയർ ഇതാണ്. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ആ ലൈറ്റ്സൊക്കെ എന്ത് രസമാണ് എനിക്ക്. അതുപോലെ ഓരോ
വഴിയിലോട്ട് കയറുമ്പോഴും അവിടെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇവിടെയും ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഗാലറിയൻ. ഒരു മീഡിയം, അത്യാവശ്യം മീഡിയം ഒരു ഷോപ്പിംഗ് സെൻ്ററാണ്. എല്ലായിടത്തും ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമെന്ന് കരുതുന്നു. ഞങ്ങൾ മറ്റൊരു വീഡിയോയുമായി, സ്നോയുടെ വീഡിയോയുമായി പെട്ടെന്ന് എത്തുന്നതാണ്. അതുവരേക്കും ഗുഡ് ബൈ. ഞങ്ങളുടെ വീഡിയോ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം കാണുന്നവരെ ഗുഡ് ബൈ. പിന്നെ ഒരു കാര്യം, നമ്മുടെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. കാരണം നമ്മുടെ വ്യൂവേഴ്സിൻ്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ നോൺ സബ്സ്ക്രൈബേഴ്സാണ് 90% വീഡിയോ കാണുന്നത്. അപ്പം മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.